കഴക്കൂട്ടത്തെ ഈ ഒരു സ്പോട്ടിലെ ചിക്കൻ ഫ്രൈയും കാന്താരി ചിക്കൻ സ്റ്റീമും കഴിച്ചിട്ടുണ്ടോന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിരുന്നു. ഡെയിലി ഇതിന്റെ മുന്നിൽ കൂടി പോകുന്ന ഞാൻ ഒരു വട്ടം പോലും ഇവിടെ കയറിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലെങ്കിലും പോയൊന്ന് കഴിച്ചിട്ട് നിന്റെ അഭിപ്രായം പറയണേന്ന് ആ ഒരു ഫ്രണ്ട് പറഞ്ഞത് പ്രകാരമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ചില സമയത്ത് നമ്മളൊക്കെ അന്വേഷിക്കുന്നത് വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത, അധികം പോക്കറ്റും കാലിയാവാതെ വീട്ടിലുണ്ടാക്കുന്ന പോലെ നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പറ്റിയ ചെറിയൊരു സ്പോട്ടായിരിക്കും. ഇതാണ് കാന്താരി ചിക്കൻ സ്റ്റീം. ഒരുപാട് മസാലകളൊന്നും ഇല്ലാണ്ട് കാന്താരിയും കുറച്ച് ചേരുവകളും ഉപയോഗിച്ച് വാഴയിലയിൽ പൊതിഞ്ഞ് സ്റ്റീം ചെയ്തെടുക്കുന്ന ഒരു ഐറ്റം. ചൂടോട് കൂടിയിട്ട് അത് കഴിക്കണം. കൂടെ ഒരു ചൂട് കട്ടനും കൂടിയിട്ടായാൽ ആ ഒരു കോമ്പിനേഷൻ കംപ്ലീറ്റ് ആവും. മാത്രമല്ല ഹെൽത്തി ഓപ്ഷനൊക്കെ നോക്കുന്നവർക്ക് ബെസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ടേസ്റ്റിന്റെ കാര്യത്തിൽ ചിക്കൻ ഫ്രൈ ആണേ മുന്നിൽ. കുറച്ച് പൊറോട്ടയും തിക്കായിട്ടുള്ള ആ ഗ്രേവിയും ചിക്കന്റെ പീസും പിന്നെ ഫ്രൈഡ് കൂടെ കിട്ടുന്ന ആ പൊടി, ഇതെല്ലാം കൂടി എടുത്തിട്ട് വേണം കഴിച്ചു വെക്കാൻ. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി വൈകുന്നേരം നല്ല ചൂട് കഞ്ഞിയൊക്കെ കുടിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ദേ ഇവിടെ 80 രൂപയ്ക്ക് നിങ്ങൾക്ക് കഞ്ഞിയും പയറും പപ്പടവും ചമ്മന്തിയും അച്ചാറും കപ്പയും മീൻകറിയും ഒക്കെ കൂട്ടി കഴിച്ചിട്ട് വരാം. വലിയ ഓവർ എക്സ്പെക്ടേഷൻ ആയിട്ടൊന്നും പോവരുത്. കുഞ്ഞൊരു ഹോട്ടലാണ്. അപ്പോൾ പോയി കഴിഞ്ഞാൽ ഹോംലി ടേസ്റ്റുള്ള കുറച്ച് ഫുഡ് കഴിച്ചിട്ട് വരാം. കഴക്കൂട്ടത്ത് ഒത്തിരി വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നതാണ് ഈ ഒരു കുഞ്ഞു ഹോട്ടൽ. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ ഏതെങ്കിലും കുഞ്ഞു സ്പോട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ കഴക്കൂട്ടം ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഹോട്ടൽ അപ്പു. പോയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കാൻ മറക്കല്ലേ. അപ്പോൾ ബൈ ഫ്രം ട്രൂലി.